മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കസ്റ്റംസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താണോ കണ്ടെത്തുന്നത് അതിൻ്റെ ഫലമായിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കട്ടെ. പാർട്ടി എന്നുള്ള നിലയിൽ ആ കാര്യം സംബന്ധിച്ച് അറിവുള്ളൊരു കാര്യമല്ല. കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസും NIA-യും ആ കാര്യത്തിൽ നിയമപരമായുള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. കോടതിയിൽ കൊടുത്ത കാര്യം സംബന്ധിച്ച് പല മാധ്യമങ്ങളും തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകളുണ്ട്. ഏതായാലും ആ കാര്യം കോടതി മുമ്പിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അത് NIA പരിശോധിക്കട്ടെ. എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് NIA പരിശോധിക്കുകയാണ് വേണ്ടത്. കോടതിയും പരിശോധിക്കട്ടെ. പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിക്കുക എന്നുള്ളതല്ല ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നേരത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആരായിരുന്നു എന്നുള്ളതൊന്നും ഇവിടെ പരിശോധിക്കേണ്ട പ്രശ്നം ഞങ്ങൾക്കില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് കോൺഗ്രസിൻ്റെ നേതാവാണ്. ഇന്ന് അദ്ദേഹം കേരളത്തിൽ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടിയേക്കാൾ മാറ്റി നിർത്തിയിട്ടാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റിയത്. ആ നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ചെന്നിത്തല പറയുന്ന അഭിപ്രായമാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായമായി പരിഗണിക്കുക, കോൺഗ്രസ് നിലപാടായി പരിഗണിക്കപ്പെടുന്നത്, പ്രതിപക്ഷത്തിൻ്റെ നിലപാടായി പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് BJP അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPയെ സഹായിക്കുക, ഇതിനെ ആണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അദ്ദേഹം നേരത്തെ പല സ്ഥാനങ്ങളും വഹിച്ച ഒരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് കാലത്ത്, UDF ഗവൺമെൻറ് കാലത്താണ് RSSന് അനുകൂലമായ പല നിലപാടുകളും സ്വീകരിച്ചിരുന്നത്. അന്ന് ഈ തിരുവനന്തപുരത്ത് കുറേ RSS പ്രവർത്തകന്മാരുടെ പേരിൽ നേരത്തെ ഒരു കേസുണ്ടായി. ആ കേസിൽപ്പെട്ട ഒരാൾ, ഒരു വിദ്യാർത്ഥി നേതാവ്, പോലീസിലേക്ക് സെലക്ഷൻ കിട്ടി. പോലീസിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ കേസിൽ പ്രതിയായതുകൊണ്ട് പോലീസിൽ നിയമനം കിട്ടില്ല എന്ന് വന്നപ്പോൾ ആ കേസ് തന്നെ പിൻവലിച്ച് അയാൾക്ക് പോലീസിൽ നിയമനം കൊടുത്ത UDF ഗവൺമെൻറ് കാലത്തായിരുന്നില്ലേ ആ സമീപനം സ്വീകരിച്ചത്? ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു RSSകാരൻ കൊല ചെയ്യപ്പെട്ടു. RSSകാരൻ കൊല ചെയ്യപ്പെട്ട കേസിൽ CPM പ്രവർത്തകന്മാർക്കെതിരെ UAPA ചുമത്തി കോടതിയിൽ കുറ്റപത്രം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് 6 കൊല്ലത്തിലധികമായി CPM പ്രവർത്തകന്മാർ ജയിലിലാണ്. എന്നാൽ CPMൻ്റെ 2 പ്രവർത്തകന്മാർ അതേ സമയത്ത് കൊല ചെയ്യപ്പെട്ടു. ആ 2 കേസിലും ആദ്യം ശ്രീ രമേശ് ചെന്നിത്തല UAPA ചുമത്തി, RSSകാർക്കെതിരെ UAPA ചുമത്തി. എന്നാൽ RSSൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ആ 2 കേസുകളിലും UAPA പിന്നീട് ഒഴിവായി കൊടുത്തു. ഇത് RSSൻ്റെ സമ്മർദ്ദത്തിന് വിധേയമായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടല്ലേ. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ആരാണ്? നേരത്തെ RSSൻ്റെ ശാരീരിക് പ്രമുഖായി ജില്ലാതലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി പോലീസിൽ നിയമനം കിട്ടിയപ്പോൾ ആ വ്യക്തിയെ തന്നെ നോക്കി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായി നിശ്ചയിച്ചത് യാദൃശ്ചികമാണോ? RSSൽ ജില്ലാതലത്തിലെ ശാരീരിക് പ്രമുഖർക്കായി ഫുൾ ടൈം പ്രവർത്തകനായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ തന്നെ തെരഞ്ഞുപിടിച്ച് ഈ സ്ഥാനത്തേക്ക് നിയമിക്കേണ്ട കാര്യം എന്താണ്? കോൺഗ്രസ്സുകാരായിട്ടുള്ള അനുഭാവികളായിട്ടുള്ള എത്രയോ ആളുകൾ ഇത്തരം പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായി നിശ്ചയിക്കാൻ ഉണ്ട് എന്നിരിക്കെ ഈ നിലപാട് സ്വീകരിച്ചത് എന്തിനാണ്?
അപ്പോൾ RSSുമായി ഒത്തുകളിക്കുന്ന, അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ നിലപാട് നേരത്തെയുള്ളതാണ്. അതിപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒത്തുകളിയുടെ ഭാഗമാണ് ഈ നിലപാട്. അതിനെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് RSS അനുകൂല നിലപാടെടുക്കാൻ പാടില്ല. അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് തുറന്നു കാണിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഞങ്ങൾ എടുക്കുന്ന സമീപനം, കോൺഗ്രസിൻ്റെ അണികൾ ചിന്തിക്കട്ടെ ഈ കാര്യങ്ങൾ. ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ? അതവരാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അങ്ങനെ നിലപാട് സ്വീകരിച്ച മറ്റ് പല സംസ്ഥാനത്തിലെയും കമൽനാഥുമാർ, ദിഗ്വിജയ് സിംഗുമാർ, അത്തരം ആളുകൾ സ്വീകരിക്കുന്ന സമീപനം കേരളത്തിലും നാളെ വരില്ല എന്ന് എന്താണ് ഉറപ്പ്? ഈ സമീപനത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടാണ്. ഇത് രമേശ് ചെന്നിത്തലയോടുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല, ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്. അല്ല, ഹരിപ്പാട് അദ്ദേഹം മത്സരിക്കുന്ന സന്ദർഭത്തിൽ RSSൻ്റെ വോട്ട് കുറയുകയും വേറെ ആളുകൾ മത്സരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ വോട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഷാനിമോൾ ഉസ്മാൻ അവിടെ മത്സരിച്ചപ്പോൾ എന്തുകൊണ്ട് ആ വോട്ട് കോൺഗ്രസ്സിന് കിട്ടിയില്ല? അത്രയും വോട്ട് അതേ സമയത്ത് BJPക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് യാദൃശ്ചികമാണോ? ആ നിലപാടുകൾ ജനങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ കണക്ക് ഞങ്ങൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചത്. ഒരു ശബ്ദം വ്യക്തമാകുന്നില്ല. ആരാ? ബിജെപിയുടെ മുഖപത്രത്തിൽ വന്നിരുന്നു. ഇക്കാര്യത്തിൽ CPM-ന്റെ ഒരു വിശദീകരണം കണ്ടില്ല. ഇക്കാര്യത്തിൽ ദേശാഭിമാനിക്കും ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണമോ അദ്ദേഹത്തിന്റെ മറുപടിയോ ഒന്നും കണ്ടില്ല. ഇക്കാര്യത്തിൽ എന്താണ് CPM-ന്റെ പറയാനുള്ളത്? ഇക്കാര്യം സഖാവ് S. രാമേന്ദ്രപിള്ള തന്നെ വിശദമാക്കിയൊരു കാര്യമാണ്. അദ്ദേഹം ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ചില സന്ദർഭങ്ങളിൽ RSSൻ്റെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു എന്ന് SRP തന്നെ വ്യക്തമാക്കി. അതിനുശേഷം RSS നിലപാട് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും 18ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിട്ട് S. രാമേന്ദ്രപിള്ള ചേരുകയും ചെയ്തു. 6 പതിറ്റാണ്ടിലധികമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് S. രാമേന്ദ്രപിള്ള. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന SRP BJPക്ക് അനുകൂലമായൊരു നിലപാട് എപ്പോഴെങ്കിലും സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപം SRPയെക്കുറിച്ചുണ്ടോ? CPM-ൽ നിന്നുകൊണ്ട് BJP അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപമുണ്ടോ? ഇത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJP അനുകൂല നിലപാട് സ്വീകരിച്ചതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് നേരത്തെ ഒരാൾ ഏത് പാർട്ടിയിലായിരുന്നു എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എത്രയോ ആളുകൾ, പല പാർട്ടിയിലുമുള്ള ആളുകൾ കോൺഗ്രസിൽ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ടാവും. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ പാർട്ടിയിൽ നേരത്തെ RSS ആയിരുന്നവരുണ്ട്, കോൺഗ്രസ് ആയിരുന്നവരുണ്ട്, മുസ്ലിം ലീഗ് ആയിരുന്നവരുണ്ട്. പല പാർട്ടികളിലും നേരത്തെ പ്രവർത്തിച്ച എത്രയോ ആളുകൾ CPM-ൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ CPM-ൽ പ്രവർത്തിക്കുന്ന ആളുകൾ വേറൊരു പാർട്ടിയുടെ സഹായത്തിന് വേണ്ടി ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വികസിച്ചത് അങ്ങനെയാണല്ലോ. മറ്റ് പാർട്ടികളിൽപ്പെട്ട ആളുകൾ വന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വികസിച്ചത്. EMS, AKG ഇവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. അവർ കോൺഗ്രസ് വിട്ടിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് മാറിയത്. അങ്ങനെ CPM-ൻ്റെ വളർച്ചയിൽ മറ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ച എത്രയോ ആളുകൾ ആ പാർട്ടി ഉപേക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചേരിയിലേക്ക് വന്നതുകൊണ്ടാണ് കേരളത്തിലെ പ്രസ്ഥാനം ഏറ്റവും വലിയ ഒരു ബഹുജന പിന്തുണയുള്ള പാർട്ടിയായിട്ട് മാറിയത്. അങ്ങനെ എത്രയോ ആളുകൾ, പല പാർട്ടികളിൽ പ്രവർത്തിച്ച ആളുകൾ CPM-ൽ പ്രവർത്തിക്കുന്നുണ്ട്.
ഏതാരോപണമാണ് താങ്കൾ ഉദ്ദേശിച്ചത്? രമേശ് ചെന്നിത്തല RSS സ്ഥാനത്ത് ചെയ്തു എന്ന് ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നപ്പോൾ സഹായം ചെയ്തു എന്ന് പറഞ്ഞ വിഷയം. അത് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ CPM പ്രവർത്തകന്മാരുടെ പേരിൽ UAPA ചുമത്തുന്നു, RSSകാരുടെ പേരിൽ ചുമത്തിയ UAPA ഒഴിവായി കൊടുക്കുന്നു. ഇത് യാദൃശ്ചികമാണോ? എന്നാൽ രണ്ട് പാർട്ടികളോടും ഒരേ സമീപനം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? RSSകാർ നിവേദനം കൊടുത്തപ്പോൾ ഉടനെ തന്നെ UAPA പിൻവലിച്ചു കൊടുത്തത് പെട്ടെന്നൊരു മന്ത്രി ചെയ്യുന്ന കാര്യമാണോ? അത്തരം നിലപാടുകൾ സ്വീകരിച്ചത് RSSുമായിട്ട് നടത്തിയ ഒത്തുകളിയുടെ ഫലം തന്നെയല്ലേ? അതാണ് ഞങ്ങൾ ആക്ഷേപിക്കുന്നത്. കോടതിയിൽ വന്നിരിക്കുന്നൊരു പ്രശ്നം ഇനി കോടതിയാണല്ലോ പരിശോധിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റായ കാര്യം നടന്നിട്ടുണ്ടോ, നിയമവിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടോ, അത് കോടതി തന്നെ പരിശോധിക്കട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരുവിധ ബേജാറുമില്ല. നിയമത്തിൻ്റെ മുമ്പിൽ അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കട്ടെ. ഇതിൽ അന്വേഷണം പൂർത്തിയാവട്ടെ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇത് BJPക്കും UDFനുമായിരിക്കും ഒരു ബൂമറങ്ങായിട്ട് മാറാൻ പോകുന്നത്. അതിന് ലക്ഷണങ്ങളാണ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ നമുക്കത് വിലയിരുത്തുന്നതായിരിക്കും നല്ലത്. CPMഉം RSSും തമ്മിൽ യോജിക്കുമെന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനല്ലാതെ ആരെങ്കിലും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം എഴുന്നള്ളിക്കുമോ? അത് കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? കേരളത്തിൽ 300-ൽ പരം CPM പ്രവർത്തകന്മാരെ കൊന്ന RSSുമായിട്ട് ഞങ്ങൾ യോജിക്കും എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? RSSകാർ അത് വിശ്വസിക്കുമോ? അപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ആളുകൾ ഇങ്ങനെ നട്ടാൽ മുടക്കാത്ത നുണ പറയുന്ന സ്ഥിതി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് തന്നെ യോജിച്ചതാണോ? അത് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. RSS ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത് കേരളത്തിൽ CPMനെയാണ്, കോൺഗ്രസിനെയല്ല. കോൺഗ്രസിനെതിരായിട്ട് കേരളത്തിലെ BJPക്കാർ ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ. BJPക്കെതിരായിട്ട് കോൺഗ്രസും പറയുന്നില്ലല്ലോ. ഇതല്ലേ ഒത്തുകളി? അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ രാജസ്ഥാനിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ BJP കൊണ്ടുപിടിച്ച് പരിശ്രമിക്കുന്നു. കേരളത്തിലെന്താ കോൺഗ്രസ് അതിനെപ്പറ്റി അനങ്ങാത്തത്? ജനാധിപത്യം തകർക്കുകയല്ലേ. അതിനെ മൗനം പാലിക്കുന്നത് BJP എതിർക്കാൻ കഴിയില്ല എന്നതുകൊണ്ടല്ലേ. BJP എതിർക്കേണ്ടുന്ന ഒരു പ്രശ്നവും ഏറ്റെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തയ്യാറാവാത്തത് BJPക്കാരെ വെറുപ്പിക്കണ്ട എന്നുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചതുകൊണ്ടല്ലേ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഒത്തുകളിക്കുകയാണ്. ഞാൻ മുല്ലപ്പള്ളിയോട് ചോദിക്കട്ടെ, 1984-ലാണല്ലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യമായി കണ്ണൂരിൽ നിന്ന് പാർലമെൻറ്റ് മെമ്പറായത്. 84. അന്ന് RSSൻ്റെ സഹായം ആർക്കായിരുന്നു? മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ BJP ഒരു സ്ഥാനാർത്ഥിയെ പോലെ നിർത്താനും തയ്യാറായില്ല കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1984. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മറന്നു പോകരുത്. അങ്ങനെ അവരുടെ സഹായം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ള അത് CPMൻ്റെ മേൽ കെട്ടിവച്ച് രക്ഷപ്പെടാം എന്ന് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശ്രമിക്കരുത്. അതൊരു വൃഥാശ്രമമായിരിക്കും. എന്താ ഈ 1977 തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനസംഘത്തിന്റെ സഹായത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഈ ശിവദാസന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ LK അതുപോലെ പങ്കെടുത്തിരുന്നു എന്നുമെല്ലാമുള്ള പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ആദ്യം BJPയുടെ സഹായം നേടിയത് CPM ആണ് എന്നുള്ളതാണ് ആശയം. ഇതെല്ലാം ഷമ്മി പഴകിത്തെളിച്ച ഒരു ആരോപണമല്ലേ. 1977 ജനസംഘം ഉണ്ടോ? 1977 ജനതാ പാർട്ടിയാണ് ഇവിടെ ഉള്ളത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടിയാണുള്ളത്. അവരാണ് 77 ഇടതുപക്ഷവുമായിട്ട് ധാരണയുണ്ടാക്കിയത്. 77-ലാണ്. പിന്നീട് RSSക്കാർ ജനതാ പാർട്ടിയിലുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇതൊരു പ്രചരണമായിട്ട് വരുന്നുവെന്ന് കണ്ടപ്പോൾ 1979 തലശ്ശേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു.
സഖാവ് എം വി രാജഗോപാലൻ മാസ്റ്റർ ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വന്നുകൊണ്ടാണ് സഖാവ് VMS പറയുന്നത് ഞങ്ങൾക്ക് RSSൻ്റെ വോട്ട് വേണ്ട. ഈ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. അതുകൊണ്ട് RSSുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു എന്ന് പറയുന്ന ഈ ആക്ഷേപം എവിടെയും വിലപ്പോകുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ബന്ധം ഒരു ഘട്ടത്തിലും RSSുമായിട്ടുണ്ടായിട്ടില്ല. UDF ഭരിക്കുന്ന കാലത്താണ് ആ സംഭവം ഉണ്ടായത്. അതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തത് UDF ഗവൺമെൻറ്റാണ്. അന്ന് തന്നെ ഈ പ്രതികൾക്ക് ബന്ധമില്ല എന്നുള്ള പ്രശ്നം ഉയർന്നു വന്നൊരു കാര്യമാണ്. ഇപ്പോൾ കോടതി അവരെ കുറ്റവിമുക്തമാക്കി. അപ്പോൾ കോടതി എടുത്തിരിക്കുന്ന നിലപാട് വെച്ചുകൊണ്ട് ആരാണ് ഈ സംഭവം നടത്തിയെന്നുള്ളത് കണ്ടെത്താനുള്ള നടപടികൾ പോലീസ് വകുപ്പ് സ്വീകരിക്കേണ്ടതാണ്. ഏതായാലും ഈ ഉൾപ്പെടുത്തിയ ആളുകൾക്ക് ബന്ധമില്ല, UDF ഗവൺമെൻറ് കാലത്ത് ഒരു കള്ളക്കേസ് ചാർജ് ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമാകുകയാണ് ഇപ്പോൾ കോടതി വിധിയോടുകൂടി ചെയ്തിരിക്കുന്നത്. അത് കോടതി വിധി പരിശോധിച്ചുകൊണ്ട് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരോപണ വിധേയനായ ആളുകൾ ഒഴിവായി കഴിഞ്ഞല്ലോ. ശിവശങ്കരനായിരുന്നു ആരോപണ വിധേയനായ വ്യക്തി, അദ്ദേഹത്തെ ഒഴിവാക്കി. ഇപ്പോൾ ഉള്ള ആരെപ്പറ്റിയും ഒരു ആരോപണവും മന്ത്രി ഓഫീസിലില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല. ഇപ്പോൾ അവരെല്ലാം ഒരു തരത്തിലുള്ള ആരോപണത്തിനും വിധേയരാകാത്തവരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരെ മാറ്റേണ്ടുന്ന യാതൊരു കാര്യവും ഇപ്പോഴില്ല. സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഉണ്ടോ ഇല്ലയോ എന്നല്ല പ്രശ്നം. ഇവിടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉണ്ടായിട്ടുണ്ട്. ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഇല്ലാത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസും കേരളത്തിൽ CPM ഭരണകാലത്ത്, ഇടതുപക്ഷം ഭരിച്ച കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർക്ക് മാത്രമല്ലല്ലോ. ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ, മാധ്യമങ്ങൾ. നിങ്ങൾക്ക് ആർക്കും എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വാർത്ത കൊടുക്കാൻ സാധിച്ചോ ഇത് സംബന്ധിച്ച ആ ഘട്ടത്തിൽ? ഇപ്പോൾ ധാരാളം വാർത്തകൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതാർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പാർട്ടിക്ക് ആര് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു? അല്ല, അങ്ങനെ ഒരു വിവരം പാർട്ടിക്ക് കിട്ടിയിട്ടില്ല. പാർട്ടി ആരും അറിയിച്ചിട്ടുമില്ല. ഗവൺമെൻറ് മുമ്പിലും അങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നില്ല. അത് കഴിഞ്ഞ തവണ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, അതെല്ലാ ഇതിലും ഒരേ കാര്യത്തിന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അന്ന് ഞാൻ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയിൽ മാത്രമേ ഏതൊരു ഗവൺമെൻറ്റും കാണുള്ളൂ. ശിവശങ്കരനെയും അങ്ങനെ മാത്രമേ ഗവൺമെൻറ് കണ്ടിട്ടുള്ളൂ. അതുവരെ അദ്ദേഹത്തെ പറ്റിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിശ്വസിക്കപ്പെടേണ്ടതൊരു പ്രശ്നം അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രശ്നം വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടി വന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ, മുൻകൂട്ടി വിലയിരുത്താൻ കഴിയില്ല. അദ്ദേഹം UDFൻ്റെ കാലത്തും വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. മർമ്മപ്രധാനമായ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഗവൺമെൻറ് വന്നപ്പോഴും അങ്ങനെ ഒരു പ്രശ്നം നേരത്തെ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടില്ല. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു. അതുകൊണ്ട് തുടർഭരണമൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല. ഈ ഒരു പ്രശ്നം വെച്ചുകൊണ്ടല്ല തുടർഭരണം വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല. ഈ PSC നിയമനങ്ങൾ
എന്താ കേൾക്കുന്നില്ല ഷമ്മി, ഒന്ന് ഉറച്ചു പറ. എം പി രാജേഷ്, നിങ്ങളുടെ ശബ്ദത്തിനെന്തോ കുഴപ്പമുണ്ട്. 1.25 ലക്ഷം കേരളത്തിൽ ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകളും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും തമ്മിൽ നോക്കിയാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ്. 1,42,000 പേർക്ക് LDF ഗവൺമെൻറ് വന്നപ്പോൾ PSC വഴി നിയമനം കൊടുത്തിട്ടുണ്ട്. ഇതൊരു സർവ്വകാല റെക്കോർഡാണ്. UDFൻ്റെ 5 കൊല്ലത്തിനിടയിൽ അന്ന് കൊടുത്തത് 1,10,000 ആയിരുന്നു. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ LDF ഗവൺമെൻറ്റിന് ഈ 4 വർഷക്കാലം കൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിയമന നിരോധനം ഒരു ഘട്ടത്തിൽ UDF ഗവൺമെൻറ് ഏർപ്പെടുത്തി അവസാന ഘട്ടമായപ്പോൾ LDF ഗവൺമെൻറ് ആ നിയമന നിരോധനം എടുത്തു കളയുകയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും വേക്കൻസി ഇല്ലാത്ത വിധത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ കേരള പോലീസിൽ 0 വേക്കൻസി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള പോലീസ്. അടുത്ത വർഷം ഉണ്ടാകുന്ന ഒഴിവ് കൂടി കണക്കാക്കിക്കൊണ്ടുള്ള നിയമനമാണ് കേരള പോലീസിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ PSC റാങ്ക് ഹോൾഡർമാർക്ക് നിയമനം കിട്ടാതെ വരുമ്പോൾ അസംതൃപ്തി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിന് കാരണം 100 പോസ്റ്റിലേക്ക് ഒരു ഒഴിവുണ്ടെങ്കിൽ PSCയുടെ സംവിധാനം അനുസരിച്ച് 500 പേരെയാണ് സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടത്. 100 ഒഴിവുകൾക്ക് 500 പേരുടെ റാങ്ക് ലിസ്റ്റ് വരും. എന്നാൽ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി. 100 ഒഴിവുണ്ടാകുമ്പോൾ അതിൽ 50 പോസ്റ്റ് റിസർവേഷൻ പോസ്റ്റാണ്. 50 പോസ്റ്റ് റിസർവേഷൻ പോസ്റ്റിലേക്ക് ആളില്ലാതെ വരുന്നു എന്ന് കണ്ട് അത് സപ്ലിമെൻ്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് നരേന്ദ്രൻ കമ്മീഷൻ ശുപാർശ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിന് സംവരണത്തിന് 5 പേരെ അധികം റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ 100 പോസ്റ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ 50 പോസ്റ്റ് റിസർവേഷൻ പോസ്റ്റാകുമ്പോൾ 250 പേരെ കൂടി അധികം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കണം. സ്വാഭാവികമായും ഇത്രയും ആളുകൾക്ക് തൊഴിലവസരം ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ ധാരാളം പേർക്ക് ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലി കിട്ടാത്ത വിധത്തിലുള്ള സംവിധാനമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇതിലേത് തരത്തിലാണ് മാറ്റം വരുത്താൻ കഴിയുക എന്നുള്ള കാര്യം ഗവൺമെൻറ് പരിശോധിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഏർപ്പെടുത്തി, ഇത് എപ്പോഴും ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിലുണ്ടാകും അവർക്ക് ജോലി കിട്ടില്ല. ഈ റാങ്ക് ലിസ്റ്റിലുള്ളവരെ നീട്ടിക്കൊടുക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്, സുപ്രീം കോടതിയും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആരും കോടതിയെ സമീപിക്കുന്നില്ലല്ലോ. കോടതി നേരത്തെ എടുത്ത നിലപാട് അങ്ങനെയാണ്, റാങ്ക് ലിസ്റ്റ് നീട്ടിക്കൊടുക്കാൻ പാടില്ല. നീട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിലുള്ള എല്ലാ റാങ്ക് ലിസ്റ്റുകളും നീട്ടിക്കൊടുക്കണം. പോലീസിലുള്ള റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ 1 വർഷമാണ്, മറ്റ് റാങ്ക് ലിസ്റ്റുകൾ 3 വർഷമാണ്. അപ്പോൾ ഇതെല്ലാം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം കൊടുക്കുന്നത്. ഒരു പോസ്റ്റും വേക്കൻ്റായിട്ട് ഇടാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട്. സ്വാഭാവികമായിട്ടും അവർക്ക് ജോലി കിട്ടാതിരിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും. അത് ഈ സിസ്റ്റം നിൽക്കുമ്പോൾ ധാരാളം പേർക്ക് റാങ്ക് ലിസ്റ്റുള്ളവർക്ക് ജോലി കിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ പ്രായോഗികമായി എന്ത് മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷനും PSCയും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. PSC പ്രസിദ്ധീകരിക്കുന്നത് റാങ്ക് ലിസ്റ്റാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവർക്ക് നിയമനം കിട്ടണമെന്നില്ല. ഒഴിവ് വരുന്നതിനനുസരിച്ചിട്ടാണ് നിയമനം കിട്ടുന്നത്. അത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരവധി വിധികളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് ന്യായമായിട്ടുള്ള ആക്ഷേപമാണെങ്കിൽ അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമല്ലോ. ഗവൺമെൻറ് ഇങ്ങനെ ഒരു തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അവർ കോടതിയെ സമീപിക്കാത്തത്? അപ്പോൾ അവർക്ക് തന്നെ കാര്യങ്ങൾ അറിയാം. കോടതിയുടെ നേരത്തെയുള്ള വിധിന്യായങ്ങൾ അവർ പറയുന്നതിന് അനുകൂലമല്ല
എന്ന് മനസ്സിലായതുകൊണ്ടല്ലേ അവരാരും കോടതിയെ പോലും സമീപിക്കാത്തത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ ജുഡീഷ്യറിയെ സമീപിക്കാമല്ലോ, ആരും അത് ചെയ്തില്ലല്ലോ. നേരത്തെ സമീപിച്ചതിൻ്റെ വിധി അടിസ്ഥാനത്തിലാണിപ്പോൾ ഗവൺമെൻറ്റും PSCയും പ്രവർത്തിക്കുന്നത്. ഏകദേശം ആയില്ലേ ഇന്ന്? ഒരു കാര്യം ചോദിച്ചോട്ടെ, രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരുന്നപ്പോൾ സ്വീകരിച്ച കേസിന്റെ കാര്യത്തിൽ BJP-ക്കാർക്ക് അനുകൂലമായി UAP ഒഴിവാക്കി കൊടുത്ത രീതിയിൽ സ്വീകരിച്ച നിലപാടാണ് ഇതിന്റെ BJP ബന്ധത്തിന് BJP ചാരവിന് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ നിലപാട് പാലത്തായി കേസിൽ ഈ പോക്സോ കേസ് ചുമത്താതെ ഇതേ ഇപ്പോൾ സർക്കാരിന്റെ അതും BJP മനോഭാവത്തിൻ്റെതാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, പാലത്തായി കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല. കോടതി തന്നെ അതിൻ്റെ തുടരന്വേഷണം പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ നിലപാട് തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും യാതൊരു സഹായവും ആ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള നിലപാട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉയർന്ന പോലീസ് ഓഫീസർമാരെ വെച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമാനുസൃതമായ നടപടി ആ കാര്യത്തിൽ സ്വീകരിക്കും. ഒരു സംരക്ഷണവും ആർക്കും ഇത്തരം ആൾക്ക് ഈ ഗവൺമെൻറ് കാലത്ത് ലഭിക്കില്ല. വിമർശനങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമങ്ങളെ മുമ്പ് പല പാർട്ടികളും ബഹിഷ്കരിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ് CPM. ആ CPM ഇപ്പോൾ ചില മാധ്യമങ്ങളെ ചർച്ചകളിൽ നിന്ന് വിലക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒപ്പം തന്നെ ഈ മന്ത്രിമാരോട് പോലും ഈ ചർച്ചകളിൽ അല്ലെങ്കിൽ പ്രത്യേക അഭിമുഖങ്ങൾ നൽകേണ്ട എന്ന നിർദ്ദേശം ശരിയാണോ? മന്ത്രിമാർ ഈ പറയുന്ന എല്ലാവരുടെയും സ്വത്തല്ലേ? മന്ത്രിമാർക്ക് അങ്ങനെയൊരു നിർദ്ദേശം CPM കൊടുത്തിട്ടില്ല. മന്ത്രിമാർ ഏത് ചാനലിൽ പോകണം എന്നുള്ളതെല്ലാം മന്ത്രിമാർ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് അവർക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഒരു ചാനൽ ചർച്ചയിൽ CPM-ൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ പോകുന്നില്ല. അത് എന്തുകൊണ്ടുണ്ടായി എന്ന ചാനൽ ചർച്ചക്കാർ തന്നെയാണ് പരിശോധിക്കേണ്ടത്, മേധാവികൾ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങൾ ഈ നിലപാടേ സ്വീകരിക്കുള്ളൂ, ഞങ്ങൾ ഈ നിലപാട് മാറ്റില്ല എന്ന ചാനൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിന്നെ അവിടെ പോയി വലിയ സമയം മെനക്കേണ്ട കാര്യം എന്താ? പോകുന്ന ആളുകളോട് അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കാത്തൊരു ചാനൽ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യം എന്താണ്? അതുകൊണ്ടാണ് ആ ചാനലിൻ്റെ ചർച്ചയിൽ പോകേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചത്. അവരുടെ നിലപാട് അവർ വ്യക്തമാക്കിയത് ഞങ്ങൾ ഈ നിലപാട് തുടരുമെന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ്, CPM-നെതിരായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നൊരു ചാനലിനെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആ ചാനലിൻ്റെ തലവൻ BJP-യുടെ MP-യാണ്. ആ താല്പര്യം അവർ സംരക്ഷിക്കട്ടെ, ആ നിലപാട് അവർ സ്വീകരിക്കട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് അവരാണ് തീരുമാനം പുനഃപരിശോധിക്കേണ്ടത്. അവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകന്മാർക്കെല്ലാം സ്വതന്ത്രമായ അഭിപ്രായമുണ്ട്. മാധ്യമപ്രവർത്തകന്മാർ നല്ല കഴിവുള്ളവരുമാണ്, ഒട്ടേറെ ആളുകൾ നല്ല വ്യക്തിത്വമുള്ളവരുമാണ്. പക്ഷെ അവരുടെ വ്യക്തിത്വവും കഴിവും ചില മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളതിനെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു വാർത്ത നിങ്ങൾക്ക് അതേപടി കൊടുക്കാൻ ഏത് മാനേജ്മെൻറ്റാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം നൽകുന്നത്? എല്ലാ മാധ്യമങ്ങൾക്കും താല്പര്യങ്ങളില്ലേ? എല്ലാ മാധ്യമങ്ങളും ഒന്നുകിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് താല്പര്യം സംരക്ഷിക്കാനില്ലേ? ചിലത് പാർട്ടി ആഭിമുഖ്യത്തിലുള്ള മാധ്യമങ്ങൾ അവരുടെ താല്പര്യം സംരക്ഷിക്കില്ലേ? അപ്പോൾ ആ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണല്ലോ ചാനലിലെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഓരോരുത്തരെയും നിർദ്ദേശം കൊടുക്കുക. അത് സ്വാഭാവികമായിട്ട് മാനേജ്മെൻറ്റ് താല്പര്യം പ്രകടിപ്പിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാവും. അപ്പോൾ ആ മാനേജ്മെൻറ്റ് നടത്തുന്ന അവരുടെ താല്പര്യമാണ് CPM-നോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം. അതവർ തുടരട്ടെ, ഞങ്ങൾക്കതിൽ യാതൊരുവിധ ആക്ഷേപമില്ല. അത് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവർ അംഗീകരിക്കണം. ഞങ്ങളോട് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ ആ ചാനൽ നടത്തുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അത് സ്വാതന്ത്ര്യമാണെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് എന്ന് അംഗീകരിച്ച് തരണം. അതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. അല്ല, മന്ത്രിമാർക്ക് പാർട്ടി ഒരു നിർദ്ദേശം അങ്ങനെ കൊടുക്കാറില്ല. നയപരമായ പ്രശ്നങ്ങൾ മാത്രമേ നിർദ്ദേശം കൊടുക്കാറുള്ളൂ. ആരോട് സംസാരിക്കണം, ഇന്നേ ചാനലിൽ പോകണം പോകണ്ട എന്നൊന്നും മന്ത്രിമാർക്ക് പാർട്ടി നിർദ്ദേശം കൊടുക്കാറില്ല. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്.
അവർ ചിലപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു മന്ത്രി വരുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതൊരു വ്യക്തിപരമായി എടുത്ത തീരുമാനമാണ്. പാർട്ടി നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു നിർദ്ദേശവും ഒരു മന്ത്രിക്കും പാർട്ടി കൊടുക്കില്ല. അങ്ങനെ ഒരു തീരുമാനം മന്ത്രിക്ക് എടുക്കാൻ കഴിയുമോ? കാരണം മന്ത്രി ഒരു പാർട്ടി അംഗമെന്നതിനപ്പുറം ജനങ്ങളുടെയും മൊത്തത്തിൽ സമൂഹത്തിന്റെയും സ്വത്തല്ലേ. മന്ത്രിക്ക് അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും ചാനലിലേക്ക് പോകാതിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ എല്ലാ ചാനലുകളും വിളിച്ചാൽ എല്ലാ മന്ത്രിമാർക്കും ചിലപ്പോൾ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ സൗകര്യം കൂടി നോക്കിക്കൊണ്ടായിരിക്കും ചില മന്ത്രിമാർ ഇപ്പം ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അത് അവരോട് ചോദിച്ചാലേ പറയാൻ സാധിക്കും. ഈ വിഷയം എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. എങ്ങനെ എന്താ ആരോ പറയാൻ നോക്കും? ഇത് അത്തരം അങ്ങനെ ചിന്തിക്കുന്നവർ ഇന്നും കോൺഗ്രസിലുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞത്. ഇതേ രീതി CPM സ്വീകരിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം പോലും തിരുവനന്തപുരത്ത് BJP വിട്ടൊപ്പം CPM സ്വീകരിച്ചിട്ടുണ്ട്. OK വാസു മറ്റു ഉൾപ്പെടെയുള്ളവരെ CPM അംഗത്വം നൽകിയിട്ടുണ്ട്. CPM സ്വീകരിക്കുന്ന അതേ നിലപാട് കോൺഗ്രസിന് പാടില്ല എന്നാണോ ഇപ്പോഴത്തെ അങ്ങ് പറയുന്നത്? അത് BJP വിട്ടുവരുന്നവരെയാണ് CPM എടുക്കുന്നത്. RSS വിട്ടുവരുന്നവരെയാണ് CPM എടുക്കുന്നത് ഭാഗമായിട്ട് മാറ്റുന്നത്. അല്ലാതെ RSSൽ മെമ്പർഷിപ്പ് എടുക്കുക, CPM മെമ്പർഷിപ്പ് എടുക്കുക, ഇത് CPM നടക്കില്ല. കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുക്കുന്നത് RSS മെമ്പർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുക്കാനാണ് അന്ന് തീരുമാനിച്ചത്. അതാണ് അന്ന് നെഹ്റു തിരുത്തിയത്. CPMൽ വേറൊരു പാർട്ടിയിൽ മെമ്പറായ ഒരാളെ CPMൽ മെമ്പറാക്കില്ല. അത് CPMൽ ഒരു കാലത്തും വേറൊരു പാർട്ടിയിലെ മെമ്പർക്ക് CPMൽ സ്ഥാനം ഉണ്ടാവില്ല, മെമ്പറാക്കി മാറ്റുകയില്ല. RSS വിട്ടവർക്ക് CPMലേക്ക് വരാം, കോൺഗ്രസ് വിട്ടവർക്ക് CPMലേക്ക് വരാം. അത് CPM എല്ലാ കാലത്തും സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ്. RSS മെമ്പർഷിപ്പ് എടുക്കുക, അവർ തന്നെ CPMൽ മെമ്പറാകുക, അത് നടക്കുന്ന കാര്യമല്ല. കോൺഗ്രസ്സിൽ അതാണ് അന്ന് സ്വീകരിച്ചത്. നെഹ്റു പിന്നീട് തിരുത്തേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളുടെയും വലിയൊരു ദുരന്തം, 2 വലിയ ദുരന്തങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ടായി. ആ ഒരു സമയത്ത് സർക്കാർ എടുത്ത ഒരു നിലപാട്, ഈ ദുരന്ത ഭൂമിയിൽ ഉള്ള ആൾക്കാർക്ക് നൽകിയ ധനസഹായത്തിൽ 2 നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൽ പാർട്ടിയുടെ നിലപാട് എന്താണ്? 2 തരത്തിലാണ് അവർക്ക് ധനസഹായം നൽകാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. അത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ കാര്യമല്ലേ. നിങ്ങൾ ഏതോ മാധ്യമ പ്രവർത്തകന്മാർ ഇന്നലെ ആ കാര്യം ചോദിക്കുകയും മുഖ്യമന്ത്രി അതിന് വിശദീകരണം കൊടുക്കുകയും ചെയ്തു. അത് ആദ്യഘട്ടത്തിലുള്ളൊരു സഹായമാണ് അവിടെ മൂന്നാറിൽ നൽകിയിട്ടുള്ളത്. അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള സഹായം, മറ്റ് സഹായങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യും. അതുകൊണ്ടൊരു പ്രത്യേകതയും ആ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കില്ല. അർഹമായിട്ടുള്ള എല്ലാ ഇതും കൊടുക്കും. ഇപ്പോൾ വിമാന ദുരന്തത്തിലുണ്ടായതിനൊരു ആശ്വാസം പ്രഖ്യാപിച്ചു. ഇവിടെ ഈ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ തുക ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് സ്ഥിതിഗതികൾ പരിശോധിച്ചുകൊണ്ട് ചെയ്യാം എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളതാണ് പാർട്ടിക്കുള്ള അഭിപ്രായം. അല്ല, ഞാൻ ഉദ്ദേശിച്ച പ്രശ്നം അങ്ങനെയുള്ള ഒരാളെ തന്നെ നോക്കി എന്തിനു നിശ്ചയിച്ചു? കോൺഗ്രസിൻ്റെ ആളുകളില്ലേ, അനുഭാവികളില്ലേ? അത് കോൺഗ്രസ്സുകാർ ആലോചിക്കട്ടെ. ഞാനീ പറഞ്ഞ കാര്യം ഇത് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന്. കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ മാറ്റിയത് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം RSS പറഞ്ഞതിന് വിരുദ്ധമായിപ്പോയി എന്നതുകൊണ്ട് മാറ്റിയതാണ്. അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മാറ്റിയതായിരിക്കാം. ഞങ്ങൾക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല. CPMൽ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനും മെമ്പറുമല്ല. അതുകൊണ്ട് ഏത് കസ്റ്റംസിൽ ആരെ വേണമെങ്കിലും മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ഗവൺമെൻറ് കാര്യമാണ്. ഞങ്ങൾ അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അല്ല, പഴയ രാഷ്ട്രീയ ബന്ധമുള്ള ആളെ തന്നെ നോക്കിപ്പിടിച്ച് നിശ്ചയിക്കേണ്ട കാര്യം എന്തായിരുന്നു? അങ്ങനെ പഴയ രാഷ്ട്രീയ ബന്ധമുള്ള കോൺഗ്രസ്സുകാരില്ലേ? ആ കോൺഗ്രസ്സുകാരെ ആരെങ്കിലും ഒരു ആളെ നിശ്ചയിച്ചാൽ പോരായിരുന്നോ? ഇങ്ങനെ ഒരാളെ തന്നെ നോക്കി നിശ്ചയിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതാണ് ഞാൻ ഉന്നയിക്കുന്ന ആക്ഷേപം. ബാക്കിയുള്ള ആളുകളെല്ലാം
അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയാണല്ലോ നിശ്ചയിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സിലുള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനത്തെ ഒരാളെ എന്തുകൊണ്ട് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് നിശ്ചയിച്ചിട്ടില്ലല്ലോ? എന്തുകൊണ്ട് ചെന്നിത്തല ഇങ്ങനെ നിശ്ചയിച്ചു? ഇതിനെയാണ് ഞാൻ ആക്ഷേപിക്കുന്നത്. അത് അവർ പരിശോധിക്കട്ടെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. ശരി, നമുക്കിന്ന് കുറച്ച് അധികമായി പോയി. ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പോകുന്നതുകൊണ്ട് അപ്പോൾ നമുക്കിന്ന് നിർത്താം. എല്ലാവർക്കും നന്ദി.